ഓക്കെ, ബഹുമുഖ ബുദ്ധി. ബഹുമുഖ ബുദ്ധി അല്ലെങ്കിൽ ബഹുതര ബുദ്ധി എന്നും പറയും. ബഹുതര ബുദ്ധി. ഞാൻ കുറച്ചുകൂടെ സ്പീഡിന് പറഞ്ഞു പോവുകയാണ്. ബഹുതര ബുദ്ധി, ബഹുതര ബുദ്ധി, ഇത് രണ്ടും സ്ഥിരമായിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യമാണ് ബഹുതര ബുദ്ധി എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തത്തിന്റെ ഒരു പ്രമുഖ വക്താവായിട്ടുള്ള ഹോവാർഡ് ഗാർണറാണ് ഈ ബുദ്ധിശക്തിയെ പറ്റി ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തമാണ് ബഹുതര ബുദ്ധി അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹം ഈ ബുദ്ധി സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 1983 രചിച്ച ഒരു പുസ്തകമുണ്ട്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്, മൈൻഡ് എന്ന് ഇങ്ങനെ എഴുതാം, ഡായിട്ട് ചന്ദ്രക്കലിട്ട് എഴുതാം, ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിലാണ് ഇദ്ദേഹം ആദ്യം 7 തരം അല്ലെങ്കിൽ 7 തരത്തിലുള്ള, അതാണ് നിങ്ങൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും, ആദ്യം 7 തര ബുദ്ധിയാണ് ഉണ്ടായിരുന്നത്, പിന്നെ അത് 9 തരമായി മാറി. ഈ ബുദ്ധികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിനെ ഇന്ററാക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇതൊക്കെ നമുക്ക് അവരോട് പറയാം. അപ്പൊ ആദ്യം ഈ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം 7 തരം ബുദ്ധികളെ കുറിച്ചാണ്, 7 തരം ബുദ്ധികളുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, പിന്നീട് 1999 ഇന്റലിജൻസ് റീഫ്രെയിംഡ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഫോർ 21st സെഞ്ചുറി. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഫോർ 21st സെഞ്ചുറി. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രന്ഥത്തിൽ വേറെ എക്സ്ട്രാ ഒരു 2 തരം ബുദ്ധികളെ കൂടെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പം ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നുള്ള പുസ്തകത്തിലാണ് 7 തരം ബുദ്ധികൾ. 1999 വന്ന ഇന്റലിജൻസ് റീഫ്രെയിംഡ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഫോർ 21st സെഞ്ചുറി. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഫോർ 21st സെഞ്ചുറി. 21st എന്ന് ഇങ്ങനെയല്ല എഴുതുന്നത്, എഴുതണം 21st. ഞാനിപ്പം 21st സെഞ്ചുറി ഇതാണ് ആ പുസ്തകത്തിന്റെ. അപ്പം ഈ ഇന്റലിജൻസ് റീഫ്രെയിംഡ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഫോർ 21st സെഞ്ചുറി എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിലാണ് 1999 പ്രത്യേകം 2 തരം ബുദ്ധികളെയും കുറിച്ച്, എക്സ്ട്രാ ഒരു 2 തരം ബുദ്ധികളെ കുറിച്ചും കൂടി എന്ത് ചെയ്തു, വിവക്ഷിച്ചു, അല്ലെങ്കിൽ ഈ ഗാർഡനർ പ്രതിപാദിച്ചു. അങ്ങനെയാണ് ബുദ്ധികൾ മൊത്തത്തില് ബുദ്ധികൾ 9 തരം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. 9 തരം ബുദ്ധികൾ എന്ന് പറയുന്നത് മൊത്തം 9 തരം ബുദ്ധികൾ. ഈ 9 തരം ബുദ്ധികളിൽ ഒന്നാമത്തത് വാചിക അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള ബുദ്ധി. ഒന്നാമത്തത് വാചിക ബുദ്ധി, വാചികം അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ളത്. രണ്ടാമത്തത് ഗണിതപരമായിട്ടുള്ള ബുദ്ധി, അല്ലെ യുക്തിപരമായിട്ടുള്ള അല്ലെ ഗണിതപരമായിട്ടുള്ള ബുദ്ധി. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലപര ബുദ്ധി അല്ലെങ്കിൽ ദൃശ്യബുദ്ധി എന്നൊക്കെ പറയും. സ്ഥലപര ബുദ്ധി അല്ലെങ്കിൽ ദൃശ്യബുദ്ധി. നാലാമത്തത് സംഗീത ബുദ്ധി അല്ലെങ്കിൽ താളാത്മക ബുദ്ധി എന്ന് പറയും. അഞ്ചാമത്തത് ചലനബുദ്ധി അല്ലെങ്കിൽ കായിക ബുദ്ധി. ആറാമത്തത് വ്യക്തിപരമായിട്ടുള്ള ബുദ്ധി. വ്യക്തിപരമായിട്ടുള്ള ബുദ്ധി. ഏഴാമത്തത് എന്ന് പറയുന്നത് വ്യക്തിയാന്തര ബുദ്ധി. എട്ടാമത്തെ എന്ന് പറഞ്ഞത് പ്രകൃതിപര ബുദ്ധി. ഒൻപതാമത്തെ എന്ന് പറയുന്നത് അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി.
മധ്യസ്ഥപരമായിട്ടുള്ള ബുദ്ധി. അപ്പൊ ഇങ്ങനെ 9 ഇനം ബുദ്ധികളെ കുറിച്ചാണ് ഈ ഗാർഡനർ, ആരാണ്, ഹോവാർഡ് ഗാർഡനർ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് വിവക്ഷിക്കുന്നത്, ബഹുതര ബുദ്ധിയെ കുറിച്ച് വിവക്ഷിക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ മാത്രം പറഞ്ഞാൽ മതി. ഇങ്ങനെ ഇതിന്റെ ഒരു ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പറയുക. അപ്പൊ ഇതുകൊണ്ട് ക്ലാസ്സിനെ നമ്മൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്ന ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എന്താ പറയാ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ബഹുതര ബുദ്ധി നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ എങ്ങനെ യൂസ്ഫുൾ ആണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ്സിനെ, ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് എഫക്റ്റീവായിട്ട് മാറ്റാൻ പറ്റും, ക്ലാസ്സിന് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് മാറ്റാൻ പറ്റും അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 9 തരം ബുദ്ധികൾ നോക്കിയാൽ വാചികമായിട്ടുള്ളത്, യുക്തിപരമായിട്ടുള്ളത്, ദൃശ്യപരമായിട്ടുള്ളത്, സംഗീതപരമായിട്ടുള്ളത്, അങ്ങനെ പോകുന്ന ബുദ്ധികൾ. അപ്പൊ നമ്മളൊരു ക്ലാസ്സിലെ കുട്ടികളെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ബുദ്ധി ആയിരിക്കും അല്ലേ. എല്ലാവരും വ്യത്യസ്തമാണ്, ഓരോ കുട്ടികളും ഓരോ ലേണറും വ്യത്യസ്തമാണ്. ആരുടെയും ബുദ്ധിക്ക് എന്ത് ചെയ്യില്ല, സാമ്യതയില്ല അല്ലേ. ചിലർക്ക് കായികപരമായിട്ടുള്ള ബുദ്ധിയായിരിക്കും കൂടുതൽ, ചിലർക്ക് വ്യക്തിയാന്തര ബുദ്ധിയായിരിക്കും, ചിലർക്ക് സംഗീതാത്മക ബുദ്ധിയായിരിക്കും കൂടുതൽ. അപ്പൊ ഇങ്ങനെ പലതരം ബുദ്ധിയുള്ളവർ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഓരോരുത്തരും തമ്മിൽ ഒരു സ്കഫോൾഡിങ് സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തരും ഒരു സ്കഫോൾഡറായിട്ട് മാറും. ഇപ്പൊ വാചികമായ ബുദ്ധി ഉള്ള ഒരാളോടൊപ്പം വാചിക ബുദ്ധി ഇല്ലാത്ത കുറച്ച് പേര് ചേരുകയാണെങ്കിൽ അവർക്കും കൂടി അത് പകർന്നു കിട്ടും, ഒരു സ്കഫോൾഡിങ് കിട്ടും. അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ റീസണിങ് എബിലിറ്റി ഇല്ലാത്ത ഉള്ള ഒരാളോടൊപ്പം റീസണിങ് എബിലിറ്റി ഇല്ലാത്ത കുറച്ച് പേര് വന്നു ചേരുകയാണെങ്കിൽ അവർക്കും കൂടി അവർക്കൊരു സ്കഫോൾഡായിട്ട് അത് കിട്ടും. അപ്പൊ ഇങ്ങനെ പലതരം ബുദ്ധികളുള്ളവർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഓരോരുത്തരും തമ്മിൽ ഒരു സ്കഫോൾഡിങ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നത്, പഠനം എഫക്റ്റീവായിട്ട് മാറുന്നത്. കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിയായിരിക്കും കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോരുത്തരും സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ നൽകാൻ ശ്രമിക്കുക. നിങ്ങൾ ഓരോരുത്തരും ഇന്റർവ്യൂവിന് ചെന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങളൊരു ക്ലാസ് കേട്ടുകൊണ്ട് പോയി സാറ് പറയുന്നത് പോലെ അവിടെ അങ്ങോട്ട് ഛർദ്ദിച്ച് വെക്കാതെ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ അവിടെ എന്ത് ചെയ്യുക, സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് SSK പറ്റി ഒന്ന് ഓർത്തുകൊണ്ട് പോവുക. SSK സമഗ്ര ശിക്ഷ കേരള, സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്ന കാര്യത്തെ പറ്റി ഒന്ന് ഓർത്തുകൊണ്ട് പോവുക. പിന്നെ ZPD ആരെന്നറിയാലോ, വൈഗോട്സ്കി ആണ്. ZPD എന്ന് പറയുന്നത് വൈഗോട്സ്കിയുടെയാണ്. വൈഗോട്സ്കി എന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് ഇസവുമായിട്ട് അതായത് സോഷ്യലിസ്റ്റ് അല്ല, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ് വൈഗോട്സ്കി എന്ന് പറയുന്നത്. കാരണം ZPD എല്ലാവർക്കും സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ അത് ഈ ഒരു തിയറി ആയിട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ. സമീപസ്ഥ വികസന മേഖല എന്നാണ് നമ്മൾ ZPDയെ കുറിച്ച് പറയുന്നത് അല്ലേ. അതായത് വൈഗോട്സ്കിയൻ ആശയങ്ങളിൽ, വൈഗോട്സ്കിയുടെ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം എന്ന് പറയുന്നത്. അതായത് ഓരോ പഠിതാവിനും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു പഠന മേഖലയിൽ സ്വന്തം നിലയിൽ എത്തിച്ചേരാനുള്ള ഒരു വികസന തലമുണ്ട്, ഒരു വികസന നിലയുണ്ട്. അതായത് മുതിർന്ന ആൾക്കാരുടെ മാർഗനിർദ്ദേശങ്ങളോ, മുതിർന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ആവാം, അവരുടെ സഹോദരങ്ങളാവാം, അവരുടെ സിബിലിങ്സ് ആവാം, അവരുടെ അച്ഛനമ്മമാരാവാം, അവരുടെ അപ്പനമ്മൂമ്മയൊക്കെയാവാം. അങ്ങനെ മുതിർന്ന ആൾക്കാരുടെ മാർഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ കഴിവുള്ള അവരുടെ പിയർ ഗ്രൂപ്പ്സ്, സഹപാഠികളുടെ സഹായവുമോ ലഭിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു പ്രസ്തുത മേഖലയിൽ കുറെ കൂടി ഉയർന്ന വികസന നിലയിൽ എത്തിച്ചേരാം. അവരിപ്പോൾ നിൽക്കുന്ന തലത്തിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകാനായിട്ട് ആ ലേണറിന് കഴിയും, ഒരാളെ സഹായിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള രണ്ട് വികസനത്തിലും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സമീപസ്ഥ വികസന മേഖല എന്ന് പറയുന്നത്. അതായത് കുട്ടിയുടെ സ്വയം പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന തരത്തിൽ അവരുടെ വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലത്തിലുള്ള അനുഭവങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കടമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം
എത്ര പേർ തന്നെ പ്രവർത്തിച്ചാലും സ്വന്തമായി ചെയ്യാനുള്ളൊരു ലെവലുണ്ട് കുട്ടിക്ക്, അല്ലേ? അപ്പം അങ്ങനെ ആ ഒരു ലെവലിൽ നിന്ന്, ആ ഒരു മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു പോകണമെങ്കിൽ കുട്ടിക്ക് ഒരു സ്കഫോൾഡിങ്, ഒരു കൈത്താങ്ങ് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ അവന്റെ ആ കഴിവുകളെ, അവനിൽ സംജാതമായിരിക്കുന്ന, അവനിൽ കുടികൊണ്ടിരിക്കുന്ന ആ കഴിവിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉയർന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സഹപാഠി ഉണ്ടെങ്കിൽ കുട്ടിക്ക് കുറച്ചുകൂടി മുകളിലെത്താൻ പറ്റും. അങ്ങനെ കുട്ടിക്ക് സ്വന്തമായി നേടാവുന്ന ആ ഒരു തലവും, അതുപോലെ തന്നെ ആരുടെയെങ്കിലും സഹായം കൊണ്ട് നേടാവുന്ന ഒരു തലമുണ്ട്. സ്വന്തമായിട്ട് അവന് നേടാവുന്ന ഒരു തലമുണ്ട്. ആരെങ്കിലും ഇത് കണക്ക് എക്സ്ട്രാ MKO എന്ന് നമ്മൾ പറയും, മോർ നോളജബിൾ അതർ, അങ്ങനെ സഹായം കൊണ്ട് നേടാവുന്ന ഒരു തലമുണ്ട്. ഇതിന് രണ്ടിനും ഇടയിലുള്ള, അല്ലേ? അപ്പൊ ഈ രണ്ട് വികസന നിലയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതൊരു വൈഗോസ്കിയൻ സിദ്ധാന്തമാണ്. വൈഗോസ്കിയൻ സിദ്ധാന്തം എന്ന് വെച്ചാൽ സോഷ്യലിസം അല്ല, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്. സാമൂഹിക വിജ്ഞാന സൃഷ്ടിവാദം അല്ലെങ്കിൽ സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം. സാമൂഹിക വിജ്ഞാന സൃഷ്ടിവാദം അല്ലെങ്കിൽ സൃഷ്ടി സിദ്ധാന്തം എന്നൊക്കെ പറയും. ഓക്കെ, സൃഷ്ടിവാദം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ലെവലിൽ വരുന്ന ഒന്നാണ് ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അവിടെ കണ്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, പഴഞ്ചൊല്ല്, കടങ്കഥ എന്നിവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതെങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം? നമ്മുടെ പഴഞ്ചൊല്ല് അതുപോലെ തന്നെ കടങ്കഥ ഇതൊക്കെ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അതെങ്ങനെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക? ഓക്കെ, കുറെ കാര്യങ്ങൾ നമുക്കറിയാം, കൊച്ചുകുട്ടികളുടെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയണം, ഒരു ചാപ്റ്റർ എടുക്കുമ്പോഴത്തേക്ക് ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളിൽ ഈ കുഞ്ഞു കാര്യങ്ങളാണല്ലോ പഠിക്കാനുള്ളത്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിപ്പിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ശേഖരിച്ച് കൊണ്ടുവരാനായിട്ട് കുട്ടികൾക്കൊരു ഹോംവർക്ക് ആയിട്ട്, ഒരു ആക്ടിവിറ്റി ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പൊ കൃഷിയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കടങ്കഥകളുണ്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളുണ്ടോ ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറയുക. ഇനി നിങ്ങൾക്കും കളക്ട് ചെയ്യാം, നിങ്ങൾ ടീച്ചർ ആയിരിക്കുമ്പോൾ നിങ്ങൾക്കും കളക്ട് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പം ഒരു കാര്യം, ഒരാശയം നിങ്ങൾ കുട്ടിക്ക് പഠിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആ ആശയം കുട്ടികളെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളെ കളക്ട് ചെയ്യാൻ പറയുക. ഓക്കെ, പക്ഷേ നിങ്ങൾ ഈ പഴഞ്ചൊല്ല് കണക്കുകൾ വെറുതെ കുട്ടികളെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ പഠിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിൽ ചോദിക്കാൻ പറയണം, വെറുതെ നമ്മളൊരു പഴഞ്ചൊല്ലോ കണക്കഥയോ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ അതിന്റെ ആശയം, അതിന്റെ കണ്ടന്റ് പഠിപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലോ കടങ്കഥകളൊക്കെ അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഉപയോഗം ഉണ്ടാകത്തില്ല. പിന്നെ ഇന്ന് ICT ഒക്കെ സ്കൂളിൽ പ്രമുഖമായിട്ടുള്ള സ്കൂളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ അപ്പൊ കടങ്കഥയും പഴഞ്ചൊല്ലും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾക്കറിയാം. ചിലപ്പോൾ അത് ചോദിക്കാം, എന്താണ് പഴഞ്ചൊല്ലും കടങ്കഥയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? കടങ്കഥ എന്ന് പറയുന്നത് നമുക്കറിയാം, കടങ്കഥ വളരെ തന്മയത്വമുള്ള കുസൃതി നിറഞ്ഞ കാര്യമാണ്, അല്ലെ? അല്ലെങ്കിൽ ഉത്തരമുള്ള ചോദ്യങ്ങളായിരിക്കും കടങ്കഥ എന്ന് പറയുന്നത്, അല്ലെ? ഞെട്ടില്ല വട്ടയില, കാളകടക്കും കയറോടും എന്നൊക്കെ പറയുന്നത് പോലുള്ള കുഞ്ഞു കടങ്കഥകൾ, ഉത്തരം കാണും, വളരെ കുസൃതി നിറഞ്ഞതുമായിരിക്കും, അല്ലെ? പക്ഷെ പഴഞ്ചൊല്ലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു വാമൊഴിയായിട്ട് വന്നിരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ വാമൊഴിയായിട്ട് പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് പഴഞ്ചൊല്ലെന്ന് പറയുന്നത്. അപ്പം ആ വാമൊഴിയായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഒത്തിരി ആശയങ്ങൾ, ഒത്തിരി കണ്ടന്റുകൾ ഒളിഞ്ഞിരിക്കുന്ന പഴയ കാലത്തെ, പ്രാചീന കാലത്തെ കാര്യങ്ങൾ, പഴയ കാലത്തെ സാമൂഹിക വ്യവസ്ഥ, ചിന്താഗതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒന്നാണ് പഴഞ്ചൊല്ലെന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ പഴഞ്ചൊല്ലെന്ന് പറയുമ്പോഴത്തേക്ക് വെറുതെ കടങ്കഥ പറയുന്നത് പോലെ കയറി പറയാൻ പറ്റത്തില്ല. ഒരു രസത്തിന് വേണ്ടിയിട്ട്, അത് സാഹചര്യത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് ഒരുമിച്ച് പറയുമ്പോഴാണ് അതിന്, ആ പഴഞ്ചൊല്ലിന് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു പ്രസക്തി ഉണ്ട്. അത് വെറുതെ കയറി പറഞ്ഞു കഴിഞ്ഞാൽ പഴഞ്ചൊല്ലിനൊരു പ്രസക്തിയില്ല. സന്ദർഭോചിതമായിട്ട് നമ്മൾ പഴഞ്ചൊല്ലുകൾ അവതരിപ്പിക്കുമ്പോഴാണ് അതിന് എന്ത് വരുന്നത്,
പ്രസക്തി ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ് മുതൽ ഈ കടങ്കഥയും പഴഞ്ചൊല്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മത്സരങ്ങൾ നടത്തുന്നുണ്ട്. അതിനുള്ള കോമ്പറ്റീഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും പറഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള യുണീക്നെസ് ആയിട്ടുള്ള ആൻസറുകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നതാണ്. സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു ചോദ്യം, സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സയന്റിഫിക് ടെമ്പർ. ഓക്കെ, അപ്പൊ എന്താണ് സയന്റിഫിക് ടെമ്പർ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ വിശാലവൽക്കരിക്കുന്നില്ല, നമ്മൾ പഠിപ്പിച്ചപ്പോഴത്തേക്ക് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും കമ്മീഷൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കമ്മീഷൻസ് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ കമ്മീഷനുകൾ, മെക്കാളെ മിനിറ്റ്സുകൾ, വുഡ് ഡെസ്പാച്ച്, 882 ഹണ്ടർ കമ്മീഷന്, 902 റെയ്ലി കമ്മീഷന്, 917 സാഡ്ലർ കമ്മീഷന്, അതുപോലെ തന്നെ 948 രാധാകൃഷ്ണൻ കമ്മീഷൻ, അതുപോലെ 929 ഹട്ടോവ് കമ്മിറ്റി, അതുപോലെ തന്നെ എന്താ പറയാ സാജന്റ് കമ്മീഷൻ, 44 സാജന്റ് കമ്മീഷൻ, അതുപോലെ 52 മുതലിയാർ കമ്മീഷൻ, അതുപോലെ 64-66 കോത്താരി കമ്മീഷൻ, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ കമ്മീഷനുകളെ പറ്റിയും കമ്മിറ്റികളെ പറ്റിയും 93 യശ്പാൽ കമ്മിറ്റി, 90 ആചാര്യമൂർത്തി കമ്മീഷൻ, ഇങ്ങനെയുള്ള സുബ്രഹ്മണ്യൻ കമ്മിറ്റി, TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി, ഇപ്പൊ ഇങ്ങനെ കമ്മീഷനുകളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതില് കോത്താരി കമ്മീഷൻ 1964-66 നമ്മൾ മറ്റൊരു വീഡിയോയിൽ, ഇതിൽ തന്നെ ചാനലിൽ തന്നെയുള്ള മറ്റൊരു വീഡിയോ നമ്മൾ ഈ കമ്മീഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്ന് കാണുക. അപ്പൊ 64-66 കോത്താരി കമ്മീഷൻ 10+2+10+2+3 എന്ന് പറയുന്ന ഒരു പഠനക്രമം കൊണ്ടുവന്ന കമ്മീഷനാണ്. അല്ലെങ്കിൽ അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വയോജന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളിലാണെന്ന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട, അല്ലെങ്കിൽ ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരാൻ കാരണമായ 1968 ഇന്ദിരാഗാന്ധി ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരാൻ കാരണമായ കമ്മീഷൻ, ദാറ്റ് ഈസ് കോത്താരി കമ്മീഷൻ. അതാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ കോത്താരി റിപ്പോർട്ടിലാണ് ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു വാക്ക്, സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന വാക്ക് എടുത്തിരിക്കുന്നത്, അപ്പൊ ഇതിനെപ്പറ്റി പറയുന്നത് കോത്താരി കമ്മീഷനിലാണെന്ന് പറഞ്ഞു. ഈ വേർഡ് ലോകത്തിലേക്ക് സമ്മാനിച്ച് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. അതായത് മനുഷ്യന്റെ സ്വതന്ത്ര അന്വേഷണത്തിന്റെയും സത്യ അന്വേഷണത്തിന്റെയും അവന്റെ സാമൂഹ്യ പ്രതിബദ്ധതയെയും ശാസ്ത്രം ശക്തിപ്പെടുത്തുന്നു. ശാസ്ത്രം സത്യത്തോടുള്ള സ്നേഹം കെട്ടിപ്പടുത്തുന്നു. ഇതാണ് സയന്റിഫിക് ടെമ്പറിൽ നെഹ്റു പറയുന്ന ഒരു കാര്യം. അതായത് മനുഷ്യന്റെ സ്വതന്ത്ര അന്വേഷണത്തിന്റെയും സത്യ അന്വേഷണത്തിന്റെയും അവന്റെ സാമൂഹിക പ്രതിബദ്ധതയെയും ശാസ്ത്രം ശക്തിപ്പെടുത്തുന്നു. ശാസ്ത്രം സത്യത്തോടുള്ള സ്നേഹം കെട്ടിപ്പടുത്തുന്നു. ഇങ്ങനെയാണ് നെഹ്റു സയന്റിഫിക് ടെമ്പറിനെ പറ്റി അതിൽ വെളിപ്പെടുത്തുന്നത്. കാരണം ഇങ്ങനെ, അതായത് മനുഷ്യന്റെ സ്വതന്ത്ര അന്വേഷണത്തിന്റെയും സത്യാന്വേഷണത്തിന്റെയും അവന്റെ സാമൂഹിക പ്രതിബദ്ധതയെയും ശാസ്ത്രം ശക്തിപ്പെടുത്തുന്നു. ശാസ്ത്രം സത്യത്തോടുള്ള സ്നേഹം കെട്ടിപ്പടുത്തുന്നു. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് 1946 അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമുണ്ട്, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകത്തിലാണ് ഇങ്ങനെ ഈ സയന്റിഫിക് ടെമ്പറിനെ പറ്റി ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളിലും വികസന പ്രശ്നങ്ങളിലും മുൻവിധികളില്ലാത്ത തുറന്ന മനസ്സോടെ യുക്തിപൂർവവും വിവേകപൂർവത്തോടും
പ്രവർത്തിക്കുവാനുള്ള ഒരു മനസ്ഥിതിയാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. എന്താണ്? ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളിലും വികസന പ്രശ്നങ്ങളിലും മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ യുക്തിപൂർവം വിവേകത്തോടെ പ്രവർത്തിക്കുവാനുള്ള ഒരു മനസ്ഥിതിയാണ് സയന്റിഫിക് ടെമ്പർ എന്ന് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെടുന്നത്. അതായത് മുൻവിധികളില്ലാത്ത, അന്ധവിശ്വാസങ്ങളില്ലാത്ത, അവിശ്വാസങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക. അന്ധവിശ്വാസങ്ങളില്ലാത്ത, ഇല്ല, ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട് അല്ലെ? അപ്പം അന്ധവിശ്വാസങ്ങളില്ലാത്ത, അതുപോലെ തന്നെ അവിശ്വാസങ്ങളില്ലാത്ത, അതുപോലെ തന്നെ മുൻവിധികളില്ലാത്ത, അന്ധവിശ്വാസങ്ങളില്ലാത്ത, മുൻവിധികളില്ലാത്ത, അവിശ്വാസങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ആശയത്തിലൂടെ ജവഹർലാൽ നെഹ്റു നമ്മുടെ മുന്നിലേക്ക് വെച്ചിരുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലായി, ഇത് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു തലമാണ്, ഒരു മൈൻഡ് സെറ്റപ്പാണ്, മനസ്സിന്റെ ഒരു അവസ്ഥാന്തരമാണ്, ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റിംഗ് ടെൻഡൻസിയാണ്, ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്, ഒരു മൈൻഡ് സെറ്റാണ്. അതായത് ജിജ്ഞാസ, സംശയം, തുറന്ന മനസ്സ്, വസ്തുനിഷ്ഠത, വിമർശനാത്മക ചിന്ത, വിശകലനം, വ്യവസ്ഥാപിതമായിട്ടുള്ള അവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യൽ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ, ഈ സയന്റിഫിക് ടെമ്പറിന്റെ പ്രത്യേകതകൾ. ഇതാണ് ജിജ്ഞാസ, സംശയം, തുറന്ന മനസ്സ്, വസ്തുനിഷ്ഠത, വിമർശനാത്മക ചിന്ത, വിശകലനം, വ്യവസ്ഥാപിതമായിട്ടുള്ള അവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യൽ, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. കാരണം ഇത് ചോദിക്കാനുള്ള കാരണമുണ്ട്. ഞാൻ ഈ പറഞ്ഞ ജിജ്ഞാസ എന്ന് പറയുന്നത് കുട്ടികളിലുള്ള ഒരു കാര്യമാണ്. സംശയം, നമുക്കറിയാം കുട്ടികളിൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ് സംശയം എന്ന് പറയുന്നത്. തുറന്ന മനസ്സ്, വസ്തുനിഷ്ഠത, വിമർശനാത്മക ചിന്ത, വിശകലനം, വ്യവസ്ഥാപിതമായിട്ടുള്ള അവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യല്. അപ്പൊ ഇങ്ങനെ ഈ പ്രത്യേകതകളെല്ലാം കാണുന്നത് കുട്ടികളിലാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് ചോദിക്കുന്നത്. ഈ സയന്റിഫിക് ടെമ്പറിനെ പറ്റി ഏറ്റവും കൂടുതൽ സംശയം വരുന്ന കുട്ടികളല്ലേ, അല്ലേ? അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ സയന്റിഫിക് ടെമ്പറിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് ജിജ്ഞാസയെക്കുറിച്ചും സംശയത്തെക്കുറിച്ചും തുറന്ന മനസ്സും വസ്തുനിഷ്ഠതയും വിമർശനാത്മക വിശകലനവും വ്യവസ്ഥാപിതമായിട്ടുള്ള അവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യലും ഇങ്ങനെയുള്ള പ്രത്യേകതകൾ കുടികൊള്ളുന്ന ഒന്നാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകതകളെല്ലാം കാണിക്കുന്നത് ചെറിയ മക്കളാണ്. അതുകൊണ്ട് തന്നെ പ്രൈമറി ടീച്ചർ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ ടീച്ചറായിരിക്കുമ്പോൾ, നിങ്ങളുടെ സ്കൂളുകളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കുമ്പോൾ, രക്ഷകർത്താക്കളായിരിക്കുമ്പോൾ, നിങ്ങളുടെ വീടുകളിൽ ഒത്തിരി ചോദ്യങ്ങൾ കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് വരും, അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരിക്കലും അവരുടെ മേല് മതപരമായിട്ടുള്ള വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളോ അടിച്ചേൽപ്പിക്കാതെ അവരുടെ മനസ്സിനെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ലെവലിലേക്ക് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറ്റുക, വളരെ ഫ്രീ ആയിട്ട് അവരെ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിനെ വിട്ടുകൊടുക്കുക. അല്ലാതെ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള മതപരമായിട്ടുള്ള വിദ്വേഷപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ച് ചെറുപ്രായത്തിലെ കുട്ടികളെ മലീനസമാക്കരുത്. അവന്റെ മനസ്സിനെ എപ്പോഴും ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു പറയുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, നന്നായിട്ട് ഓർത്ത് വച്ചിരിക്കുക, ഒന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.